നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ഭരണത്തിലിരിക്കെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. ജയിലിലാണെങ്കിലും കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ അസാധാരണ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ AAP പ്രതീക്ഷിച്ചിരുന്നു. 9 തവണ ഇഡിയുടെ സമൻസ് ഒഴിവാക്കിയ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നും വ്യക്തമായിരുന്നു. കേസിലെ ഗൂഢാലോചനയിൽ കെജ്രിവാളും പങ്കാളിയെന്നാണ് ഇ ഡി നേരത്തെ അറിയിച്ചിരുന്നത്. അറസ്റ്റിലായ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കെ കവിത ആം ആദ്മി നേതാക്കൾക്ക് 100 കോടി രൂപ നൽകിയെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു. പണം നൽകിയത് ഡൽഹി മദ്യനയ രൂപീകരണത്തിലും നടപ്പാക്കലും ആനുകൂല്യം ലഭിക്കാനാണെന്നും ഇ ഡി പറഞ്ഞിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി കെ കവിത ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു. അഴിമതിയും ഗൂഢാലോചനയും വഴി മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് കൈക്കൂലിയുടെ രൂപത്തിൽ അനധികൃത ഫണ്ടുകൾ AAPക്ക് വേണ്ടി കവിത സ്വരൂപിച്ചുവെന്നുമാണ് ഇ ഡിയുടെ ആരോപണം. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ തുടങ്ങി രാജ്യത്തുടനീളമുള്ള 245 സ്ഥലങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു. AAP നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, വിജയ് നായർ എന്നിവരടക്കം 15 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. കേസിൽ ഒരു പ്രോസിക്യൂഷൻ പരാതിയും 5 അനുബന്ധ പരാതികളും ഇ ഡി ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഭാഗമായി ഇതുവരെ 128.79 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തിയതായും അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 15 വെള്ളിയാഴ്ചയായിരുന്നു BRS നേതാവ് കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തത്. കവിതയുടെ ഹൈദരാബാദിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ഇ ഡി നൽകിയ സമൻസുകൾ കവിത അവഗണിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. കവിതയുടെ 5 ഫോണുകളും ഇ ഡി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതിയായ അമിത് അറോറയാണ് ചോദ്യം ചെയ്യലിൽ കവിതയുടെ പേരുന്നയിച്ചത്. മറ്റൊരു പ്രതിയായ വിജയ് നായർ മുഖേന AAP നേതാക്കൾക്ക് 100 കോടി രൂപ കൈക്കൂലി ഇനത്തിൽ നൽകിയത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സൗത്ത് ഗ്രൂപ്പ് എന്ന മദ്യ ലോബിയാണെന്നും ഇ ഡി ആരോപിച്ചിരുന്നു. മദ്യനയം തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് പകരമായി സൗത്ത് ലോബി 100 കോടി AAPക്ക് കോഴ നൽകിയെന്നാണ് ഇ ഡി ആരോപണം. ചില പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികളിൽ കെജ്രിവാളിന്റെ പേര് വന്നിരുന്നു. റിമാൻഡ് നോട്ടിലും കുറ്റപത്രങ്ങളിലും ഇത് ഇ ഡി പരാമർശിച്ചിരുന്നു. കേസിലെ പ്രതികളിൽ ഒരാളായ വിജയ് നായർ അടിക്കടി കെജ്രിവാളിന്റെ ഓഫീസ് സന്ദർശിക്കുകയും വളരെയധികം സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. കെജ്രിവാളുമായി ചർച്ച ചെയ്ത മദ്യനയം സൗത്ത് ലോബിയുമായി വിജയ് നായർ പങ്കുവച്ചു. ഇൻഡോ സ്പിരിറ്റ് ഉടമയായ സമീർ മഹേന്ദ്രവിന് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്താൻ കളമൊരുക്കിയത് വിജയ് നായരായിരുന്നു. കൂടിക്കാഴ്ച നടക്കാതെ വന്നപ്പോൾ കെജ്രിവാളുമായി സമീറിന് വീഡിയോ കോളിൽ അവസരമൊരുക്കി. അന്ന് താൻ വിശ്വസിക്കുന്ന കുട്ടിയാണ് നായകെന്ന് കെജ്രിവാൾ പറഞ്ഞതായി സമീറിന്റെ മൊഴിയുണ്ട്. കേസിലെ 1-ാം പ്രതിയും ഇപ്പോൾ സാക്ഷിയുമായ രാഘവ് മകുണ്ടയുടെ മൊഴി പ്രകാരം YSR കോൺഗ്രസ് പാർട്ടി MP ആയ തന്റെ പിതാവ് മദ്യനയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കെജ്രിവാളിനെ കണ്ടിരുന്നു. മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, സത്യേന്ദ്ര ജെയിൻ എന്നിവർ ജയിലിലായതിനു പിന്നാലെ ഇങ്ങനെയൊരു നീക്കം AAP നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ജയിലിലായാലും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരണമെന്നും ജയിലിലിരുന്ന് ജോലികൾ ചെയ്യണമെന്നുമായിരുന്നു പാർട്ടി തീരുമാനം. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ 5 ഫോണുകളും ലാപ്ടോപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. കെജ്രിവാളിനെ ഇന്ന് തന്നെ ഇ ഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്.